പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOSന്റെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് 336 എന്ന കോഡ് നമ്പർ അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചതാണ്. അതനുസരിച്ച് ഡൊമൈൻ നെയിമുകളെ കുറിച്ചുള്ള ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. .biz, .info, .com, .edu, .net, .org തുടങ്ങിയവയൊക്കെ ജനറിക് ആയിട്ടുള്ള കുറേ ഡൊമൈൻ നെയിമുകളാണ്. അത് കൂടാതെ നമ്മൾക്ക് കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമൈൻ നെയിമുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. .UK യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ആണ്, .NL നെതർലാൻഡ്സിന്റെ ആണ്, .RU റഷ്യയുടെ ആണ്, .BR ബ്രസീലിന്റെ ആണ്, .DE ജർമ്മനിയുടെ ആണ്, .CN ചൈനയുടെ ആണ്, .com ജനറിക് ആണ്. ഇനി മറ്റൊരു ചോദ്യം നമ്മൾ കണ്ടു, ട്രൂ ഓർ ഫോൾസ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ ജനറലൈസ്ഡ് പാക്കേജ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ എക്സലിനകത്ത് റോയും കോളവുമായിട്ടാണ്, അത് ജനറലൈസ്ഡ് പാക്കേജ് ആണെന്ന് പറയുന്നത് ട്രൂ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നമുക്കറിയാം. സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്നിങ്ങനെ രണ്ട് കാറ്റഗറി ഉണ്ട്. സോഫ്റ്റ്വെയറുകൾ പൊതുവെ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ. സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എന്ന യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഏറ്റവും ലോകവ്യാപകമായി പ്രശസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ബഹുഭൂരിപക്ഷവും ആളുകളും അവരുടെ PC പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യുന്നത്. എന്നാൽ വിൻഡോസ് മാത്രമല്ല, വേറെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുണ്ട്. നമുക്കറിയാം ലിനക്സ് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഓണർഷിപ്പിലുള്ളതാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉടമസ്ഥൻ ഇല്ലാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. അതുപോലെ തന്നെ വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്, അതുപോലെ തന്നെ ആപ്പിൾ OS ഉണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ പലതരം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്തായാലും കമ്പ്യൂട്ടർ എന്ന യന്ത്രത്തിന് അതിൻ്റെ മെഷീൻ സിസ്റ്റത്തിന് വേണ്ടുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല എങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഒന്നും അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വേർഡ്, എക്സലോ, പവർ പോയിന്റ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. കാരണം നമുക്ക് അതിനകത്ത് മൗസ് ക്ലിക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അതിൽ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ രണ്ട് തരമുണ്ട്. ജനറലൈസ്ഡ് പാക്കേജസ്, ലോകം മുഴുവനുള്ള വിവിധ ഓഫീസുകളുടെ ഉപയോഗത്തിന് വേണ്ടി ഒരു പൊതുവായിട്ടുള്ള ആവശ്യം വരുന്ന ഗുണകരമായ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പാക്കേജ് ഉണ്ടാക്കുന്നു. അതെല്ലാവർക്കും ആവശ്യം വരുന്ന കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ മുൻകൂട്ടി ഒരു ധാരണയിൽ ഒരു MS വേർഡ്, MS എക്സൽ, MS പവർ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ജനറലൈസ്ഡ് പാക്കേജസ് ആണ്. എന്നാൽ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ കമ്പനിക്ക് വേണ്ടി, നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരു പ്രോഗ്രാമറോട് പറഞ്ഞ് നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അയാൾ നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത ടൈലർ മെയ്ഡായ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരും. അതിന് കസ്റ്റമൈസ്ഡ് പാക്കേജ് എന്നാ പറയുക. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ട് കാറ്റഗറി ഉണ്ട്. ജനറലൈസ്ഡ് പാക്കേജും ഉണ്ട്, കസ്റ്റമൈസ്ഡ് പാക്കേജും ഉണ്ട്. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറും ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് സോഫ്റ്റ്വെയർ ഉണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞ അർത്ഥം. വേർഡ്, എക്സൽ, പവർ പോയിന്റ്, വേർഡ് പ്രോസസ്സർ എന്നുള്ളത് വിൻഡോസിൻ്റെ വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് MS വേർഡ്. MS പവർ പോയിന്റ് എന്നുള്ള വിൻഡോസിൻ്റെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് വിൻഡോസിനെ സംബന്ധിച്ച് എക്സൽ ആണ് വിൻഡോസിൻ്റെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ ഇമേജ് എഡിറ്റർ, ഇതൊക്കെ ജനറൽ പർപ്പസ് ആണ്. ഇനി സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. നമുക്ക് നമ്മുടെ കമ്പനിയിൽ റിസർവേഷൻ സിസ്റ്റം, നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി റിസർവേഷൻ സിസ്റ്റം ഉണ്ടാക്കണം. അതിന് പ്രോഗ്രാമർമാർക്ക് പ്രത്യേകമായൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കാം. അറ്റൻഡൻസ്, ഹോസ്പിറ്റലിൻ്റെ റിസർവേഷൻ സിസ്റ്റം വേണം, അല്ലെങ്കിൽ അറ്റൻഡൻസ് സിസ്റ്റം വേണം സ്റ്റാഫിൻ്റെ, അല്ലെങ്കിൽ സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് സിസ്റ്റം വേണം. അതിനുവേണ്ടി ഒരു പ്രത്യേകമായ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കാം. ബില്ലിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ റിപ്പോർട്ട് കാർഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ID കാർഡ് ജനറേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് ഇതുപോലെ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചെടുക്കാൻ സാധിക്കും. അതൊക്കെ എന്താണ് സ്പെഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് പാക്കേജസ് എന്നാണ് അതിനെ പറയപ്പെടുന്നത്. സോ ഇനി വേറൊരു ചോദ്യമുണ്ട്. ഫോർട്രാൻ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നു. യെസ്, ഫോർട്രാൻ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. C++, പൈത്തൺ, ജാവ, റൂബി ഇതൊക്കെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി നമ്മൾ 1957 IBM കമ്പനിയാണ് ഫോർട്രാൻ, ഫോർമുല ട്രാൻസ്ലേഷൻ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരായിട്ട് ഫോർട്രാൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് കണ്ടെത്തിയത് എന്ന് പറഞ്ഞു പോകുന്നു. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന വേറൊരു ചോദ്യം ഇതാണ്. ദ സെൽ അഡ്രസ് C5, സെൽ അഡ്രസ്, എക്സലിലെ സെൽ അഡ്രസ് C5 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? കോളം ഏതാണ്, റോ ഏതാണ് എന്ന് കാണിക്കുന്നത്. C എന്നത് കോളമാണ്, കോളത്തിൻ്റെ അഡ്രസ്സാണ്. 5 എന്നുള്ളത് റോയുടെ അഡ്രസ്സാണ്. മുകളിൽ നിന്ന് താഴേക്കുള്ളതാണ് കോളം എക്സലിൽ, ഹൊറിസോണ്ടലായിട്ട് കാണുന്ന റോ ആണ്. അപ്പോൾ കോളം C ആൻഡ് റോ 5 എന്നാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇനി
അണ്ടർ പേജ് ലേഔട്ട് മെനുവിൻ്റെ കീഴിൽ യു ക്യാൻ പ്രിന്റ് ദ ഫയൽ. നമുക്ക് ഫയൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഇത് ശരിയോ തെറ്റോ? പേജ് ലേഔട്ടിലെ മെനുവിൽ നമുക്ക് ഫയൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പേജ് ലേഔട്ടിൽ ഒരിക്കലും ഫയൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ഫയൽ എന്നതിൻ്റെ കീഴേ ഇവിടെ ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പ്രിന്റ് ഓപ്ഷൻ ഉണ്ട്. പേജ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇതാ പേജ് ലേഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇതാ മാർജിൻ, ഓറിയന്റേഷൻ, സൈസ്, ഇങ്ങനെയുള്ള പേജ് ബ്രേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പേജ് കളർ, പേജ് ബോർഡർ, അങ്ങനെയുള്ള ഒരിക്കലും പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പേജ് ലേഔട്ട് ടാബിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ ഈ ഫയൽ ടാബിൽ വന്നാൽ അവിടെ നമുക്ക് പ്രിന്റ് ഉണ്ട്. ഫയൽ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഹോം, നെയിം, ഓപ്പൺ, സേവാസ്, സേവാസ്, പ്രിന്റ്. കേട്ടോ, ഈ പ്രിന്റ് കണ്ടോ? അപ്പോൾ എവിടെ കിടക്കുന്ന? ഫയൽ മെനുവിലാണ് കിടക്കുന്നത്, അല്ലാണ്ട് പേജ് ലേഔട്ടിലല്ല. MS വേർഡിനകത്തുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഇത് പറയുന്ന കൂട്ടത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയട്ടെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കീബോർഡ് പ്രവർത്തിക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ കീബോർഡ് ഒരു ഡെഡ് ബോഡി പോലത്തെ സാധനമാണ്, അതിന് ജീവനില്ലാതിരിക്കും. മൗസ് പ്രവർത്തിക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ആശ്രയിക്കണം. ഹാർഡ്വെയർ ഡ്രൈവ് പ്രവർത്തിക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. എന്ത് ആപ്ലിക്കേഷൻ, അതായത് വേഡോ, എക്സലോ, പവർ പോയിന്റ് എന്ത് ഇൻസ്റ്റാൾ ചെയ്താലും അത് പ്രവർത്തിക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. മോണിറ്റർ പ്രവർത്തിക്കണോ, അപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. പ്രിന്റർ പ്രവർത്തിക്കണോ, എല്ലാത്തിനെയും മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS എന്ന് പറയുന്നത്. വിൻഡോസ് ഒരു നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പക്ഷേ അതിനുള്ള ഏക പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അത് നമുക്ക് പണം കൊടുത്ത് വാങ്ങി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ലിനക്സ് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ്. അപ്പോൾ പിന്നെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഈ കാണുന്ന ചിത്രം കണ്ടാൽ പറയാൻ പറ്റും ഇത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ഇത് ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് OS ആണ്, ഇത് ആൻഡ്രോയിഡ് OS ആണ്, ഇത് ലിനക്സിൻ്റെ ആണ്. ഇതിനൊക്കെ ഓരോ ചിഹ്നങ്ങൾ ആണ് അവയുടെ സിമ്പിളുകളായിട്ടുള്ളത്. വിൻഡോസ് XPയുടെ ഡെസ്ക്ടോപ്പ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. വിൻഡോസ് XP അല്ല, വിൻഡോസ് 7ൻ്റെ ഡെസ്ക്ടോപ്പ് ഇങ്ങനെ. വിൻഡോസ് XP ഇങ്ങനെയല്ല, വിൻഡോസ് 7ൻ്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വിൻഡോസ് 7 ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് ശരിയാണോ? ശരിയാണ്, വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. വിൻഡോസ് XP ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. വിൻഡോസ് 2000 വെർഷൻ ഉണ്ടായിരുന്നു, വിൻഡോസ് 10 ഉണ്ടായിരുന്നു, വിൻഡോസ് 11 ആണ് ഇപ്പോൾ. വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ പ്രചാരത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്നത്. ഇനി അടുത്തത് വിൻഡോസ് 7 ഒക്കെ ഇപ്പോൾ ഔട്ടായി. ഇനി സെർച്ച് എഞ്ചിനുകളെ കുറിച്ച് ചോദിക്കുകയാണ്. ഗൂഗിൾ, യാഹൂ, ask.com, ബിങ്, ഇതൊക്കെ എന്താണ്? സെർച്ച് എഞ്ചിനുകളാണ്. ഇനി ബ്രൗസറുകളാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെയൊക്കെ ഗൂഗിൾ ക്രോം ഒരു ബ്രൗസറാണ്, വെബ് ബ്രൗസറുകൾ എന്ന് പറയും, ക്ലയൻറ്റ് സെർവറുകൾ. അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പെറ, ഇതൊക്കെ ബ്രൗസറുകളാണ്. സെർച്ച് എഞ്ചിന് പണ്ടത്തെ ഒരു സെർച്ച് എഞ്ചിൻ്റെ പേരാണ് അൾട്ടാവിസ്റ്റ. അത് വളരെ പഴക്കമുള്ള ഒരു സെർച്ച് എഞ്ചിനാണ് അൾട്ടാവിസ്റ്റ. 1995 അൾട്ടാവിസ്റ്റ വളരെ സജീവമായിരുന്നു. ഫസ്റ്റ് ലാർജ് സ്കെയിൽ ഹൈ സ്പീഡ് ഫുൾ ടെക്സ്റ്റ് ക്രൗളറാണ് അൾട്ടാവിസ്റ്റയുടെ പ്രയോജനം. അതാണ് ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്ത് ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടുന്ന രീതിയിലാണ് ആസ്ക് ജീവ്സ് 1996 വന്നത്. അതൊരു സെർച്ച് എഞ്ചിനാണ്. ഇനി ഗൂഗിള് 1998 വന്നിട്ടുള്ളൂ. പക്ഷേ ഗൂഗിൾ വന്നതിന് ശേഷം അതിവേഗത്തിലാണ് ഗൂഗിള് അൾട്ടാവിസ്റ്റയോട് യാഹുവിനോടൊക്കെ കോമ്പറ്റ് ചെയ്ത്. ഇന്നിപ്പോൾ അൾട്ടാവിസ്റ്റ അത്ര ഫേമസ് അല്ല, യാഹുവിനെയൊക്കെ മലർത്തി അടിച്ചുകൊണ്ട് ഗൂഗിൾ മുന്നേറി. ഇന്നിപ്പോൾ ഗൂഗിളാണ് ഏറ്റവും മുൻനിരയിലെ സെർച്ച് എഞ്ചിൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം, നമ്മുടെ ഇഷ്ടാനുസരിച്ച് ടൈലർ മെയ്ഡ് ആയിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരും. പേറോള്, അത് നമ്മുടെ കമ്പനിയിൽ എത്ര സ്റ്റാഫ് ഉണ്ട് അവരുടെ രജിസ്റ്റർ, അവരുടെ പേയ്മെൻറ്റ് രജിസ്റ്റർ, അവരുടെ സാലറി രജിസ്റ്റർ, അവർക്ക് സാലറി പാക്കേജ് എങ്ങനെയാണ് വരുന്നത്, ബേസിക് സാലറിയുടെ കൂടെ ഡിയർനെസ് അലവൻസ് ഉണ്ടോ, HRA ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ, ഇൻസെൻറ്റീവുകളുണ്ടോ, അതൊക്കെ ആഡ് ചെയ്ത് ടോട്ടൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്നത്, ഓരോ മാസവും പേയ്മെൻറ്റിൻ്റെ രജിസ്റ്റർ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അത് അതിൻ്റെ ടാക്സ് കംപ്ലയൻസ് ഒക്കെ ഉണ്ട്, അതിനകത്ത് നിന്ന് ടാക്സ് ഡിഡക്ഷൻ ഉണ്ടോ, അവസാനം എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ സെറ്റിൽമെൻറ്റ്, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് പേറോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കമ്പനിക്ക് അനുസരിച്ച് ടൈലർ മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പനിയുടെ ബില്ലിംഗ് രീതി അനുസരിച്ച് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഇതൊക്കെ എന്തോന്നാണ്, അത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ കസ്റ്റം ചെയ്യാവുന്നവ പലപ്പോഴും ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്നറിയപ്പെടും. അതേസമയം ജനറലൈസ്ഡ് പാക്കേജുകൾ അങ്ങനെയല്ല, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ്. നമുക്കിപ്പോൾ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ ജനറലൈസ്ഡ് ആണ്, ഓഫ് ദ ഷെൽഫ് എന്നും പറയും. കസ്റ്റമൈസ്ഡ് പാക്കേജുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാനൊക്കെ ഈസിയാണ്, ഈസി ടു മോഡിഫൈ. ഇനി അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇങ്ങനെ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറും സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറും ആണ്. ഇനി
അപ്പോൾ ഇനി സ്ക്രോൾ ബാറിന്റെ ഉപയോഗം എന്താണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ചോദ്യം. ദ യൂസ് ഓഫ് സ്ക്രോൾ ബാർ ഈസ് ടു സെറ്റ് മാർജിൻസ് ഇൻ എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിൽ മാർജിൻ സെറ്റ് ചെയ്യാനാണ് സ്ക്രോൾ ബാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റല്ലേ? അത് വളരെ ഫോൾസ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അത് വേണമെങ്കിൽ നമുക്ക് റോങ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഞാൻ അതിനെ എന്താണ് വെട്ടി ഇടുവാണ്. ടു സെറ്റ് മാർജിൻസ് ഇൻ എ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സ്ക്രോൾ ബാർ അതിനല്ല. പിന്നെ എന്തിനാണ് സ്ക്രോൾ ബാർ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സ്ക്രോൾ ബാർസ് ആർ യൂസ്ഡ് ടു നാവിഗേറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനെയാണ്. ഓർ സ്ക്രോൾ ത്രൂ എ ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ത്രൂ ചെയ്യുന്നതിനാണ് സ്ക്രോൾ ബാർ. അലൗവിങ് യൂസേഴ്സ് ടു വ്യൂ കണ്ടന്റ് ദാറ്റ് ഡസ് നോട്ട് ഫിറ്റ് ഓൺ ദ സ്ക്രീൻ. നമ്മുടെ സ്ക്രീനിൽ ഫിറ്റ് അല്ലാതെ വരുന്ന കണ്ടന്റ് കാണണമെങ്കിൽ നമുക്ക് സ്ക്രോൾ ബാർ നമുക്ക് ഉപയോഗിച്ചിട്ട് കാണാൻ സാധിക്കും. മാർജിൻ സെറ്റ് ചെയ്യാനല്ല എന്ന് അറിയാം. അപ്പോൾ സ്ക്രോൾ ബാറിന്റെ ഉപയോഗം ഇവിടെ ഞാൻ കാണിച്ചു തരാം. സ്ക്രോൾ ബാർ എങ്ങനെയാണ്. രണ്ട് തരം സ്ക്രോൾ ബാർ ഉണ്ട്. വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഇതാ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ടുണ്ടാവും. ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാവും. വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഇത് കാണിച്ചാൽ ഇതാണ്. ഇതിങ്ങനെ മൂവ് ചെയ്ത് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ട് മൂവ് ചെയ്ത് വേണം. ഇതാണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ എന്നാണ്. ഇതുപോലെ തന്നെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് നീങ്ങുന്നെങ്കിൽ, അല്ല റൈറ്റ് ടു ലെഫ്റ്റ് നാവിഗേറ്റ് ചെയ്ത് പോകണമെങ്കിലോ, പേജിന്റെ ടോപ്പ് മുതൽ താഴെ വരെ നാവിഗേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഈ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. അപ്പോൾ രണ്ട് സ്ക്രോൾ ബാറുകൾ വരാം. ചെറിയൊരു വിഡ്ത്തിലാണ് നമ്മൾ പേജ് സൈസിലാണ് കിടക്കുന്നതെങ്കിൽ ഈ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ചിലപ്പോൾ കാണില്ല. പക്ഷേ നമ്മൾ വലിയ പേജ് സൈസിലേക്ക്, എൻലാർജ്ഡ് സൈസിലേക്കാണ് നമ്മൾ സ്ക്രീനിനെ ഇട്ടേക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നാവിഗേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇവിടെ ആ നേരത്തെ ഓട്ടോമാറ്റിക്കലി ഒരു ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ കൂടി പ്രത്യക്ഷപ്പെടും. നമുക്ക് ഈ പേരുകളൊക്കെ ഒന്ന് പഠിക്കണം. ഇത് മുകളിൽ കാണുന്ന ടൈറ്റിൽ ബാർ, അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന മെനു ഐറ്റംസ് കാണുന്നത് അത് മെനു ബാർ, ദെൻ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, ദെൻ ഫോർമാറ്റിംഗ് ടൂൾ ബാർ ആണ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഒക്കെ. ഇപ്പോൾ ഇതൊക്കെ ഹോം ടാബിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ 2007 വിൻഡോസ് വെർഷന് ശേഷം, അല്ലെങ്കിൽ MS വേർഡ് വെർഷന് ശേഷം ഇങ്ങനെയുള്ള ഈ ലേഔട്ട് തന്നെ മൊത്തം മാറി. എല്ലാം എന്താണ് ടാബുകളും റിബണുകളുമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ബ്ലിങ്കിങ് സൈൻ ഉണ്ടല്ലോ, നമ്മൾ ടൈപ്പിംഗ് ഏരിയ വരുന്ന ബ്ലിങ്കിങ് സൈനെ പറയുന്ന പേര് കർസർ. ഇത് കണ്ട റൂളറാണ്. ഈ സ്കെയിലിനെ റൂളർ എന്ന് പറയുന്നത്. അത് നമുക്ക് വ്യൂ ടാബിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് കളയാം. വ്യൂ ടാബിൽ പോയിട്ട് റൂളറിൻ്റെ ടിക്ക് മാർക്ക് മാറ്റിയാൽ റൂളർ പോകും. കണ്ടോ, റൂളർ മുകളിലേക്കും ലെഫ്റ്റ് റൂളറും ഹൊറിസോണ്ടൽ റൂളറും ഉണ്ട്, വെർട്ടിക്കൽ റൂളറും ഉണ്ട്. യെസ്, നമ്മൾ അടുത്ത ഒരു സെൽ റേഞ്ച് എന്താണ് MS Excelൽ നമുക്ക് ഒരു കൂട്ടം സെല്ലുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഫോർമുലയിലൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഫോർമുല അടിക്കണമെങ്കിൽ ഫോർമുല ബാറിൽ ഈക്വൽ ടു എന്ന് അടിച്ചിട്ട് എന്താണോ ഫോർമുല, ആ ഫോർമുല ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതൊക്കെ സെല്ലുകളിലാണ് ആ റേഞ്ച് സെലക്ട് ചെയ്യേണ്ടത് നോക്കുക. എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് A1 മുതൽ അതുപോലെ തന്നെ A7 വരെയാണ്. ഉണ്ട് A1 മുതൽ അല്ലേ, പലയിടത്തായിട്ട് സെൽ റേഞ്ചാണ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് അങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്നു. A1 മുതൽ C4 വരെ സെലക്ട് ചെയ്തിരിക്കുന്നു. അതങ്ങനെ കോമ. പിന്നെ ഏതാ സെലക്ട് ചെയ്തിരിക്കുന്നത്? പിന്നെ E1 സെലക്ട് ചെയ്തിരിക്കുന്നു. ഉണ്ടോ, E1 സെലക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഏതാ E4 സെലക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഏതാണ് B6 സെലക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഏതാണ് A7 സെലക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം കൂടി ചേർത്താണ് സെൽ റേഞ്ച് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ സെൽ റേഞ്ച് പലയിടത്തായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ ടോട്ടൽ സെലക്ട് ചെയ്തിരുന്ന സെല്ലിൻ്റെ എല്ലാത്തിനെയും കൂടി ചേർത്താണ് സെൽ റേഞ്ച്. സെൽ റേഞ്ച് ഇൻ MS Excel ഈസ് എ കളക്ഷൻ ഓഫ് സെലക്റ്റഡ് സെൽസ്. നമ്മൾ സെലക്ട് ചെയ്ത സെൽസിൻ്റെ കളക്ഷനാണ്. ഡിഫൈൻഡ് ബൈ ദ അപ്പർ ലെഫ്റ്റ് സ്റ്റാർട്ട് ആൻഡ് ലോവർ ലെഫ്റ്റ് റൈറ്റ്. അപ്പർ ലെഫ്റ്റ് സ്റ്റാർട്ട് ഇതാണ്, ലോവർ ലെഫ്റ്റ് റൈറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടം വരെയുള്ള സാധാരണ ഒറ്റ ഒരു സെലക്ഷനേ ഉള്ളെങ്കിൽ അത്രേ ഉള്ളൂ സെൽ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് സെൽ അഡ്രസ് സെപ്പറേറ്റഡ് ബൈ എ കോളൻ. സെൽ അഡ്രസ്സിനെ നമ്മൾ ഒരു കോളൻ കൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത് എന്നർത്ഥം. കണ്ടോ, കോളൻ ഇതാണ്ടോ, എവിടെ മുതൽ എവിടം വരെ എന്നുള്ളതിന് ഒരു ഈസ് A1 മുതൽ C4 വരെ എന്നുള്ളതിന് ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. A1 C6 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് A1 C4 ആണ്. ഇനി എന്തുവാകട്ടെ, അടുത്തൊരു ചോദ്യം ഫോണ്ട് ഫേസ് എന്താണ്? ഫോണ്ട് ഫേസ് ഓഫൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി വിത്ത് ടൈപ്പ് ഫേസ്. ഫോണ്ട് ഫേസിന് പലപ്പോഴും നമ്മൾ ടൈപ്പ് ഫേസ് എന്നും മാറി വിളിക്കാറുണ്ട്. ടൈപ്പ് ഫേസും എന്തുവാട്ടെ റെഫേഴ്സ് ടു ദ സ്പെസിഫിക് ഡിസൈൻ ആൻഡ് സ്റ്റൈൽ ഓഫ് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. നമ്മുടെ ടൈപ്പ് ചെയ്യണ അക്ഷരങ്ങൾ, ക്യാരക്ടേഴ്സ് ഏത് സ്റ്റൈലിൽ വരണം, അതിൻ്റെ ഡിസൈൻ എങ്ങനെ ആയിരിക്കണം എന്നതാണ് ഫോണ്ട് ഫേസ് എന്ന് പറയുന്നത്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈപ്പ് ഫേസ് ആൻഡ് ഫോണ്ട് ഫേസ്. അപ്പോൾ ഏരിയൽ എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഫേസ് നോക്കുക. ഏരിയൽ റെഗുലർ, ഏരിയൽ ഇറ്റാലിക്, ഏരിയൽ ബോൾഡ്, ആ രീതിയിലൊക്കെയാണ്. ഏരിയൽ ബോൾഡ്, ഇറ്റാലിക്, ഇതൊക്കെ ഫോണ്ട് ഫേസുകളുടെ പേരുകളാണ്, അറിയാം.
ഇനി മൈ കമ്പ്യൂട്ടർ എന്താണെന്നുള്ള ചോദ്യം കൂടി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരിക്കുന്നു. മൈ കമ്പ്യൂട്ടർ ഓഫൺ ലേബിൾഡ് ആസ് ദിസ് പി സി ഇൻ മോഡേൺ വിൻഡോസ്. ഇപ്പോഴത്തെ വിൻഡോസിൽ മൈ കമ്പ്യൂട്ടർ ഇല്ല, പണ്ട് മൈ കമ്പ്യൂട്ടർ എന്നുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ ദിസ് പി സി ആക്കി മാറി. ഇസ് എ കോർ വിൻഡോസ് ഫീച്ചർ ഫോർ ആക്സസിങ് ഫയൽസ്, ഫോൾഡേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ്. ഫയലുകൾ, ഫോൾഡറുകൾ, ഡ്രൈവുകൾ അതൊക്കെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് പി സിയിൽ പോയിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്ത് ആക്സസ് ചെയ്യാൻ സാധിക്കും, അതിനകത്ത് പ്രവേശനം ലഭിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രത്തെ കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ബ്ലോക്ക് ഡയഗ്രം വരക്കാൻ പറയും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ബ്ലോക്ക് ഡയഗ്രം സംബന്ധിച്ച ചോദ്യങ്ങളായിരിക്കും പറയാം. ബ്ലോക്ക് ഡയഗ്രം വരക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഇങ്ങോട്ട് ഈ സി പി യുവിലേക്ക് ഒരു ആരോ മാർക്ക്, ദെൻ സി പി യുവിൽ നിന്ന് പുറത്തേക്ക് ഒരു ആരോ മാർക്ക് ഔട്ട്പുട്ടിലേക്ക്. സി പി യുവിൻ്റെ ഉള്ളിലുള്ള കമ്പണൻസ് നമ്മൾ വരച്ച് ബോക്സിൽ കാണിക്കണം. കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. എന്നിട്ട് ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്ക് വരച്ച് വയ്ക്കണം. ഇതാണ് ബ്ലോക്ക് ഡയഗ്രം, ഒരു കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രം വരക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇത് എഴുതി നോക്കണം നിങ്ങൾ, അല്ലാതെ വെറുതെ കേട്ടിരുന്നിട്ട് കാര്യമില്ല. എഴുതി നോട്ട് തയ്യാറാക്കി പഠിക്കുക. താങ്ക് യു.